അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാനവികതയുടെ ഇസ്ലാമിക മാതൃകയുടെ അടിസ്ഥാന തത്വങ്ങൾ ഏകദൈവത്വം, നീതി, സമത്വം, കാരുണ്യം, മനുഷ്യന്റെ അന്തസ്സും അവകാശങ്ങളും എന്നിവയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഈ തത്വങ്ങൾ കേവലം സിദ്ധാന്തങ്ങളായി ഒതുങ്ങേണ്ടവയല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സാമൂഹിക ഇടപെടലുകളിലും പ്രയോഗികമാക്കേണ്ടവയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഉന്നതമായ തത്വങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്നും സമകാലിക ലോകത്ത് ഈ ഇസ്ലാമിക മാനവികതയുടെ തത്വങ്ങൾ എത്രത്തോളം പ്രസക്തിയുണ്ടെന്നുമാണ്. ഇസ്ലാമിക മാനവികതയുടെ തത്വങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കണം എന്ന് ഇസ്ലാം വ്യക്തമാക്കുന്നു. ഒന്നാമത്തേത് അയൽവാസികളോടുള്ള ബന്ധം. ഇസ്ലാം അയൽവാസികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അത് സ്വന്തം മതവിശ്വാസികളോ അല്ലാത്തവരോ ആകട്ടെ, അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറാനും അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരാനും സന്തോഷങ്ങളിലും ദുഃഖത്തിലും പങ്കുചേരാനും ഇസ്ലാം കൽപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ മലക്ക് അയൽവാസിയെ കുറിച്ച് എന്നോട് അത്രയധികം പറഞ്ഞു, അയൽവാസിക്ക് അനന്തരാവകാശം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അയൽബന്ധങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു അത്. രണ്ടാമത്തേത് അഗതികളുടെയും ദുർബലരെയും സഹായിക്കുക. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളായ അനാഥർ, വിധവകർ, ദാരിദ്ര്യർ, രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവരെ സഹായിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ പ്രധാന കടമയാണ്. സക്കാത്ത്, സ്വതക്ക എന്നിവയിലൂടെയുള്ള സഹായം മാത്രമല്ല, അവരോടുള്ള സ്നേഹവും പരിഗണനയും കൂടിയാണ് ഇസ്ലാം ഊന്നി പറയുന്നത്. പട്ടിണി മാറ്റുക, രോഗികളെ സന്ദർശിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുക എന്നിവയെല്ലാം ഈ ഇസ്ലാം മാനവികതയുടെ ഭാഗമാണ്. രണ്ടാമത്തേത് ഭിന്നമതസ്ഥരുടെ ഇടപെടലുകൾ. ഇസ്ലാം അന്യമതസ്ഥരുമായി സമാധാനപരമായും നീതിയോടെയും സഹവർത്തിക്കാനാണ് പഠിപ്പിക്കുന്നത്. മതപരമായ കാര്യങ്ങളിൽ നിർബന്ധമായുള്ള ഓരോരുത്തർക്കും അവരുടെയും സ്വാതന്ത്ര്യം ഉണ്ടെന്നും ഇസ്ലാം വ്യക്തമാക്കുന്നു. അല്ലാഹു തആല പറയുന്നു, മതത്തിൽ ബലപ്രയോഗമില്ല. അന്യമതസ്ഥരുടെ ആരാധനകളെ ബഹുമാനിക്കാനും അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാനും ഇസ്ലാം അനുവദിക്കുന്നു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവരോട് നീതിപൂർവം വർത്തിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിമിന്റെ കടമയാണ്. പ്രിയപ്പെട്ടവരെ, മാനവികതയുടെ ഇസ്ലാമിക മാതൃക എന്നത് ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്ന സിദ്ധാന്തങ്ങളല്ല, മറിച്ച് നമ്മുടെ ഓരോ മതമാണ് ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിൽ ഈ മാനവികതയുടെ ഉദാഹരണമാകണം. അയൽവാസികളോടുള്ള ബന്ധം മുതൽ പരിസ്ഥിതിയോടുള്ള സമീപം വരെ ഈ മാതൃകയ്ക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഈ ലോകത്ത് സമാധാനവും നീതിയും ഇസ്ലാം സഹവർത്തിത്വം സമീപിക്കുന്നു. ആ മാതൃകയെ നെഞ്ചെത്തിക്കൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും.